ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളെ കുട്ട പണി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പറഞ്ഞ് നമുക്ക് സിനിമയ്ക്ക് പോകാമെന്നാട്ടോ. അപ്പോൾ ഇതാ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ചാടി കളിച്ച് പോകുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ സർവമായ മൂവിക്കാണ് കേട്ടോ പോണത്. അപ്പം നമ്മൾ ഇന്ന് മൂവി കാണാൻ പോകുന്നത് തിരൂരുള്ള ഗയാമിലേക്കാണ്. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും ഒരു ഷോ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റേതായിട്ടുള്ള ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ പണ്ടേ കാറ് കയറി നല്ല തലവേദനയും ഛർദിയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ കുറേയൊക്കെ പിടിച്ച് നിൽക്കട്ടോ. പിന്നെ ഏതായാലും ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടന്നു. കുറച്ചല്ലേ പോകാനുള്ളൂ. ഞാൻ ഇറങ്ങി നടന്നപ്പോൾ അതാ പിന്നാലെ നമ്മളെ തുമ്പി വന്നിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ അവിടെ എത്തി തിയേറ്ററിൽ എത്തി ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ആ ഒരു വണ്ടിയൊക്കെ സൈഡാക്കി വന്നോളൂ. ഞാനാണെങ്കിൽ സത്യം പറയലോ ഇതുവരെ തിയേറ്ററിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റേതായിട്ടുള്ള പതർച്ച എനിക്ക് അവിടത്തെ എപ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുന്നിലൊരു ചേച്ചിയിലുണ്ട്, അങ്ങനെയാണ് രക്ഷപ്പെട്ട് പോയിട്ടോ. അപ്പോൾ ഇതിന് അമ്മ വന്നു. പിന്നെ ഇതാ അവിടെ അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. അവിടെ കുറച്ച് നേരം ഇച്ചാപ്പ് കളിച്ചപ്പോത്തിന് നമ്മളെ കുട്ടീനെ വന്ന് ഞങ്ങൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ഞങ്ങൾ താഴത്താണെന്നാണ് ആദ്യം വിചാരിച്ച്, പക്ഷെ മേലെയാണ് ഞങ്ങൾ വൽക്കനെയാണ് എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ മേലക്കിനെ പോയി. പിന്നെ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ ഈ പോക്കോൺ നിർബന്ധമാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഈ തിയേറ്ററിൽ എത്തിയാൽ പിന്നെ ഈ പോക്കോണിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. സിനിമ കഴിയണവരെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാനേ തോന്നും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടോളൂ. അങ്ങനെ ദാ സിനിമ തുടങ്ങാനായപ്പോൾ എൻ്റെ പോക്കൺ പകുതിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ സിനിമ ഒക്കെ പകുതിയായി, ഇൻ്റർവെല്ലായി. അപ്പോൾ ഇച്ചാബ് കിടന്നുറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് 10:15 ഷോ ആയതുകൊണ്ട് ഇച്ചാബ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ കുട്ടൻ പോക്കോണൊക്കെ മേടിച്ചിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സിനിമ ഒക്കെ കഴിഞ്ഞ് സിനിമേൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല ചിരിക്കാണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുട്ടൻ പറഞ്ഞു നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കേട്ടോ. പക്ഷെ ആർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് പൊറാട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി.